ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ തുടക്കം തന്നെ ഒരു ഫസ്റ്റ് ഹാഫ് എന്നോണം നമ്മളൊരു കുറേ സീരിയൽ കഥകൾ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ ഒരു സദാചാരത്തിന്റെ ബോംബ് ഇത്രയ്ക്കും വലിയ രീതിയിൽ പൊട്ടുമെന്ന് കരുതിയില്ല. അത്തരത്തിലൊരു കുരു പൊട്ടിയത് കൊണ്ട് തന്നെ നമുക്കിനി അങ്ങോട്ട് ഈ പറയുന്ന കഥയിലോട്ട് കടക്കാൻ കഴിയില്ല. പക്ഷേ വൈൽഡ് കാർഡ് വന്ന് പുതിയ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അണ്ണൻ തമ്പി ടീംസ് ഇറങ്ങിയിരിക്കുകയാണ്. വേറെ ആരുമല്ല, അനീഷ് ആൻഡ് ഷാനവാസ്. ശരിക്കും പറഞ്ഞാൽ അനീഷും ഷാനവാസും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതായത് ഷാനവാസിന് അറിയാം അനീഷ് ഇന്ന കാര്യങ്ങളൊക്കെ എന്നെ തൂക്കും. അനീഷിനും ഇതേപോലെ അറിയാം ഷാനവാസ് എന്തിനകത്തൊക്കെയാണ് പ്രതികരിക്കുക എന്നൊക്കെയുള്ളത് അനീഷിനും അറിയാം. ഇവർ തമ്മിൽ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പല കാര്യങ്ങളിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പക്ഷേ പുറമേ കുറച്ച് ഫൈറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഫൈറ്റ് കാണിക്കുന്നതിലുപരി രണ്ടുപേരും നല്ലപോലെ സ്നേഹവും കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു ഡ്രിമ്മറൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സീൻ വന്നായിരുന്നല്ലോ. അതൊക്കെ എത്ര നേരം കണ്ടുകൊണ്ടിരിക്കാനാണെങ്കിലും പ്രേക്ഷകർക്ക് മടുക്കില്ല. എല്ലാവരും അത് കണ്ടു, എല്ലാവരും അത് ഹാപ്പി ആയിരുന്നു. ഞാനും അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് ഈ വൈൽഡ് കാർഡിനെ അങ്ങോട്ട് പോയി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചൊറിയുന്നത് അനീഷാണ്. നല്ല കാര്യം, അനീഷ് വീണ്ടും ഒരു ഗെയിം സ്ട്രാറ്റജിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അനീഷാണെങ്കിൽ ഒന്ന് തണുത്തുപോയി. ശരിക്കും പറഞ്ഞാൽ ഇന്നലേക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പുതപ്പിനടിയിൽ എന്താണ് എത്തരത്തിലുള്ള, അത് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു കുൽസിതമാണത്. ആ പറയുന്ന ഇക്കിളിപ്പെടുത്തുന്ന കഥകളിലേക്ക് പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് 2-3 വ്യക്തികളെയാണ്. ഒന്ന് സാബുമാൻ വന്നതിൽ വളരെ സൈലന്റ് ആയിട്ട് ഈ വിഷയങ്ങളിൽ പോലും കൂടുതൽ ഇൻവോൾവ് ചെയ്യാതെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി. അത് പുറത്തുനിന്ന് വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ആള് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. മനസ്സിലാക്കാൻ ആള് തന്നെ ഒന്നും തന്നിട്ടില്ല. പക്ഷെ ഉറപ്പായിട്ടും അടുത്തൊരു നോമിനേഷൻ വരുന്ന സമയത്ത് ഈ പറയുന്ന ആക്റ്റീവ് അല്ല എന്ന കാരണത്താൽ ആള് ഈ പറയുന്ന നോമിനേഷനിൽ ഉൾപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ അനീഷ് തുടക്കം തൊട്ടേ എല്ലാം കണ്ട് മനസ്സിലാക്കി ഈ വീടുമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ഉള്ള, ഈ വീട്ടിലേക്ക് ആദ്യം കയറിയ വ്യക്തിയാണ്. എന്തുകൊണ്ട് അനീഷ് അനുമോളെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അനുമോളോട് നല്ലൊരു സൗഹൃദവും അതുപോലെ അനുമോളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ എന്നിട്ട് പോലും അനീഷ് എന്താ ഒരു പക്ഷത്തും നിൽക്കാഞ്ഞത്? ഇവരൊക്കെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുമ്പോഴും അനീഷ് വളരെയധികം ശ്രദ്ധയോടെ കണ്ടുകൊണ്ട് നിന്നു. നെവിൻ എല്ലാവരെയും വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് മാത്രം അനീഷ് ഇടയ്ക്ക് കയറി സംസാരിക്കുന്നവരെയൊക്കെ തടഞ്ഞു. അനുമോള് പറയട്ടെ, ഞങ്ങൾക്ക് അറിയണം, നമുക്കിത് എല്ലാവർക്കും അറിയണമല്ലോ എന്നൊക്കെ പറയുന്നത് മാത്രമാണ് ഞാൻ കണ്ടത്. എന്നാൽ ഇന്ന് രാവിലെ മൊത്തം കഥയും അനീഷ് മാറ്റിയിട്ടുണ്ട്. അനീഷ് ആദ്യം പറഞ്ഞ കാര്യം, ഈ വൈൽഡ് കാർഡുകൾ എല്ലാം കൂടെ വന്ന് 5 പേര് വന്നിട്ട് ഇവരെന്താണ് പുതുതായിട്ടൊന്നും ഉണ്ടാക്കാത്തത്, പഴയതിൽ പിടിച്ചാണ് ഇവരൊക്കെ തൂങ്ങുന്നത് എന്ന് പറഞ്ഞ് പുതിയൊരു ദിവസം തുടങ്ങിയത് അനീഷാണ്. സോ ഇന്നത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതേ അനീഷാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ വീട്ടുകാരുടെയും വീട്ടിലുള്ള കാര്യങ്ങളും കഥകളും ഡിവോഴ്സും എല്ലാം അവിടെ സംസാര വിഷയമാകുന്നത്. അവിടെ അനീഷിന് പ്ലസ് പോയിന്റ് ആണ്. അനീഷിനെ അവരെന്തോ പറഞ്ഞോട്ടെ, അത് അനീഷ് ഇട്ടുകൊടുക്കുന്നതാണ്. ഇട്ടുകൊടുത്ത ആ ഒരു കോണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഇന്നിപ്പം ഈ ഓണത്തിന്റെ അത്തപ്പൂക്കള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കിച്ചണിൽ കുറച്ച് ലാഗ് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ നെവിൻ തന്ത്രപരമായിട്ടാണ് കിച്ചണിൽ ഓരോരുത്തരെയും ആഡ് ചെയ്തിരിക്കുന്നത്. അനുമോളെയും വേദലക്ഷ്മിനെയും ഒന്നിച്ചിട്ടേക്കുന്നത് തന്നെ അവരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സംസാര വിഷയം ഉണ്ടാകണം. ഈ പറയുന്ന ജിസേലിനോട് അനുമോൾക്ക് ഇനി അസൂയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ അസൂയ ഈ വേദലക്ഷ്മിയോടും അനുമോൾക്ക് ഉണ്ടാകും എന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെ തന്നെയാണ് നെവിൻ ഇവിടെ കളിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ സംഗതി അനുമോളുടെയും വേദലക്ഷ്മിയുടെയും കാര്യമൊക്കെ ഒരു തരത്തിൽ തിരിഞ്ഞു പോയിട്ടുണ്ട്. രണ്ടുപേരും ഇപ്പൊ സെറ്റാണ്, കൂട്ടാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അനുമോൾ കുറച്ചും കൂടി ഈ വൈൽഡ് കാർഡിന്റെ കൂടെ ഒട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ വേദലക്ഷ്മിക്ക് പണി കിട്ടാൻ പോകുന്നത്, വേദലക്ഷ്മി എല്ലാവരെയും വന്നിട്ട് അങ്ങ് ചൊറിയുന്നുണ്ട്. ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് ബിഹേവ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ ഇപ്പം ഈ ആണുങ്ങൾക്കൊക്കെ ഒന്ന് ഇഷ്ടപ്പെടാവുകയുണ്ട്, എസ്പെഷ്യലി ഷാനവാസിന്. അപ്പം വേദലക്ഷ്മി ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കുറച്ച് സ്ലോ ആക്കിയതല്ല, അത്തപ്പൂക്കള മത്സരത്തിന്റെ ഇടയിലും, അത്തപ്പൂക്കള മത്സരമല്ല, പൂക്കളം ഇടാൻ പോയ സമയം, പിന്നെ അതുപോലെ തന്നെ അവരൊന്ന് ഓർഡറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ശരിക്കും വേദലക്ഷ്മിക്ക് പണി കിട്ടി. അനീഷ് വന്നിട്ട് ഉച്ചക്കത്തേക്കുള്ള ചോറ് റെഡിയാക്കൂ എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു സംസാരമുണ്ട് അവിടെ. അനീഷിന്റെയും വേദലക്ഷ്മിയുടെ ഇടയിൽ ആ ഒരു സംസാരം വരുമ്പോഴത്തേക്കും ഷാനവാസ് വന്ന് കുറച്ചധികം ഫണ്ണി ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഫണ്ണൊക്കെ മാറ്റി വെച്ചിട്ട് അവസാനം ഷാനവാസാണ് ശക്തമായിട്ട് വേദലക്ഷ്മി എടുത്ത് പറയുന്നത്, നിങ്ങൾ ഇവിടെ കിടന്ന് തർക്കിക്കാതെ പോയി ഫുഡ് ഉണ്ടാക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് വേദലക്ഷ്മി എടുത്ത് മറ്റ് പല കാര്യങ്ങളിൽ തർക്കിക്കാൻ വരുമ്പോഴത്തേക്കും അനീഷ് ഷാനവാസിന്റെ അടുത്ത്, ഷാനവാസ് മാറി നിൽക്കൂ, ഇത് നമുക്ക് നോക്കാം, നിങ്ങൾ പോയി ഫുഡ് ഉണ്ടാക്കൂ, നിങ്ങൾ സമയം കളയരുത്, ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ടത് 5 മണിക്ക് കഴിച്ചാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം അത് കളറാവുകയാണ്. ശരിക്കും ഒരു കോണ്ടന്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലൊക്കെ തന്നെ ഉണ്ടായി വരുന്നതിനോടാണ് താല്പര്യം. അല്ലാതെ അങ്ങേയറ്റം ചീപ്പായിട്ടുള്ള ഡയലോഗുകളും അങ്ങേയറ്റം ഒരു മോശമായ ഒരു രീതിയിലുള്ള ചർച്ചകളും ഉണ്ടാകേണ്ട കാര്യമില്ല.
അപ്പോൾ എന്തായാലും അണ്ണൻ തമ്പി ഷനവാസ് അനീഷ് കോംബോ അടിപൊളിയായി പോകുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ലൈവ് വിശേഷമായിട്ട് ഉടനെ തന്നെ എത്താം. അതുവരെ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വൈസ് വരാം. ബൈ.